ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിലഡൻഡ്രോൺ ചെടിയാണ്. അപ്പോൾ ഫിലഡൻഡ്രോണിൽ നമുക്കൊരു 4 വെറൈറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഒരു വെറൈറ്റിയാണ് ഫിലഡൻഡ്രോൺ ലെമൺ ലൈം. നല്ല വലുപ്പത്തിൽ നല്ല ആരോഗ്യത്തിൽ നമ്മൾ നല്ലൊരു സപ്പോർട്ട് കൊടുത്തിട്ട് വളർത്തിയിട്ടുള്ള ഒരു ഫിലഡൻഡ്രോൺ ലെമൺ ലൈമാണ് ഇത്. ഇപ്പോൾ തന്നെ ഒരു 4-5 വർഷമായി നമ്മുടെ കയ്യിലുള്ള ഒരു ഫിലഡൻഡ്രോൺ ആണ് ഇത്. നമ്മുടെ അടുത്തുള്ളൊരു രണ്ടാമത്തെ വെറൈറ്റിയാണ് ഫിലഡൻഡ്രോൺ ബേൾമാക്സ് ആണ്. ഇതിൻ്റെ ഇലകൾ കണ്ടാൽ തന്നെ അറിയാം, ഒരു ഹാർട്ട് ഷേപ്പ്ഡ് ആണ്. അതുപോലെ തന്നെ മറ്റ് ഫിലഡൻഡ്രോണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ ഇലകൾ ഉണ്ടായി വരുമ്പോൾ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണെങ്കിലും പിന്നീട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ അടുത്തുള്ള മറ്റൊരു വെറൈറ്റി. ഇത് മറ്റതിനെക്കാട്ടും കുറച്ചുകൂടി ബുഷി ആയിട്ട് വളരുന്ന ഒരു ടൈപ്പാണ്. മറ്റൊരു വെറൈറ്റിയാണ് ഫിലഡൻഡ്രോൺ ബ്രസീലിയൻ. ഇത് മറ്റുള്ള വെറൈറ്റിയിൽ നിന്ന് ഒരു വ്യത്യസ്തമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ച് ഹാങ്ങിങ് ആയിട്ട് വളരുന്ന ടൈപ്പാണ്. നമ്മളിതുപോലൊരു സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്ലൈമ്പിംഗ് ആയിട്ടും വളർത്താം, അല്ലാതെ ഹാങ്ങിങ് ആയിട്ടും വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. ഫിലഡൻഡ്രോൺ ബ്രസീലിയൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. ഒന്ന് നമ്മുടെ ഗ്രീൻ കളറും പിന്നെ ഒരു ലൈറ്റ് ഗ്രീൻ യെല്ലോ കളറിലുമാണ് വരുന്നത്. നമ്മളടുത്ത് ഈ ഒരു 3 കളക്ഷന് പിന്നെ ഫിലഡൻഡ്രോണിൻ്റെ മൈക്കൻസ് വരുന്നുണ്ട്. അത് നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഈ ഒരു ഫിലഡൻഡ്രോൺ നമ്മൾ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വളർത്തുന്ന ഒരു രീതിയാണ് കാട്ടുന്നത്. ഇപ്പം നമ്മുടെ ഈ ഫിലഡൻഡ്രോൺ ലെമൺ ലൈം സെറ്റ് ചെയ്ത മാതിരി നമുക്കൊരു ചെടിയും കൂടിയാണ് സെറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് അത്യാവശ്യം വലിയൊരു പോട്ടും വേണം, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്റ്റിക്കും വേണം. അപ്പം നമ്മൾ ഈ ഒരു പ്ലാന്റിൽ നിന്നാണ് ഈ റീപോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോട്ട് ഇതാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു സിമെൻറ്റിൻ്റെ പോട്ടാണ്. അപ്പോൾ അതിലേക്ക് വെക്കാനായിട്ടുള്ള സ്റ്റിക്കും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോട്ടി മിക്സ് വെച്ചിട്ട് പോട്ട് ജസ്റ്റ് മണ്ണൊക്കെ ഇട്ടതിന് ശേഷം ഈ ഒരു സ്റ്റിക്ക് ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ചെടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മണ്ണ് നിറച്ചിട്ട് 2 കവറുകൾ റെഡി ആക്കിയിട്ടുണ്ട്. ഈ കവർ നമ്മൾ ഡയറക്റ്റ് പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ സ്റ്റിക്കിനെ പോട്ടിൽ ഉറപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവർ 2 ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഈ സ്റ്റിക്കിൽ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റിക്ക് ഇതിൽ ഉറപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കവറിൽ മണ്ണ് നിറച്ചിട്ട് ഈ കവർ നമ്മൾ ഈ പോട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. കവറിന് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ വെക്കുന്ന ചെടിയുടെ വേരുകൾ ആ കവറിലേക്ക് ഇറങ്ങി വേണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് പോട്ടി മിക്സും കൂടി ആഡ് ചെയ്തിട്ട് ചെടി സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ പോട്ടിൽ നിന്ന് ഈ ചെടീനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാൻ നമുക്ക് ഇതിൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ സ്റ്റിക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല വേരുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക. വേരുകളൊക്കെ ഉണ്ടെങ്കിലോ ഉള്ള നമ്മൾ പോട്ടിലേക്ക് വെച്ച് കൊടുത്താൽ ചെടി ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല വേരുകളും അതുപോലെ തന്നെ നല്ല വലുപ്പവും വെച്ചൊരു ഫിലഡൻഡ്രോൺ ആണ്. നമ്മൾ ആ സ്റ്റിക്ക് അതിൽ നിന്ന് മാറ്റുന്നുണ്ട്. കയറൊക്കെ വെച്ച് കെട്ടിക്കൊടുത്തൊരു സ്റ്റിക്കായിരുന്നു. അപ്പോൾ നമുക്കത് അഴിച്ച് മാറ്റാം. ഇനി ഈ ചെടി മൊത്തമായിട്ട് നമുക്കെടുത്ത് ഈ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഫിലഡൻഡ്രോണ്. അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഇതിൻ്റെ വേരുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ളത് ആ വേരുകളാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെടി നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് ചുറ്റി വെച്ച് കെട്ടിയിട്ടുണ്ട്. 2-3 കയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബാക്കി ഭാഗത്ത് നമ്മൾ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. വേരുകളൊക്കെ ഉള്ളിലേക്ക് നമ്മൾ അത്യാവശ്യം കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. കവറിന് ഹോളിട്ടത് കൊണ്ട് ആ ഹോളിൽ കൂടെ വേരുകൾ ഇറങ്ങിക്കോളും. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള സ്റ്റിക്ക് തന്നെയാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ഇനി ചെടി വളർന്നു കഴിഞ്ഞാൽ സ്റ്റിക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ആ സ്റ്റിക്ക് തന്നെ വളർന്നു കിട്ടിക്കോളും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മുന്നേ കാണിച്ച ഫിലഡൻഡ്രോൺ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ 2 ഭാഗത്തൊക്കെ വെച്ച് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ്. നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഫിലഡൻഡ്രോൺ ഏത് രീതിയിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഫിലഡൻഡ്രോൺ ബേൾമാസൊക്കെ നമ്മുടെ മതിലിലൊക്കെ എല്ലാവരും വെച്ച് കൊടുക്കാറുണ്ട്. മതിലിൽ നമ്മൾ പണിയുമ്പം തന്നെ ഹോളുകൾ ഉണ്ടാക്കിയിട്ട് ആ ഹോൾ ഭാഗത്തൊക്കെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാവരുടെ വീട്ടിലും ഇപ്പം ഉണ്ടാക്കി വളർത്തിയെടുക്കുന്ന നല്ലൊരു ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ്. പൂക്കളൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ ആ ഇലയുടെ ഭംഗി കൊണ്ടാണ് എല്ലാവരും ഇതിനെ വളർത്തുന്നത്. ഇത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ഫിലഡൻഡ്രോണാണ്. അധികം വലുപ്പമൊന്നുമില്ല, ചെറിയ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാറാണ് ചെയ്യുന്നത്. വീടിൻ്റെ ഉള്ളിലായി തന്നെ ഓവറായിട്ട് നമ്മൾ വലിപ്പിക്കാറില്ല. മുന്നേ കട്ട് ചെയ്തൊരു ഭാഗമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നമുക്ക് കട്ട് ചെയ്ത് വേണ്ട വലുപ്പത്തിൽ നല്ല രീതിയിലൊക്കെ സെറ്റ് ചെയ്യാവുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫിലഡൻഡ്രോൺ പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ.
വളരെ പെട്ടെന്ന് അധികം പോട്ടി മിക്സോ ഫെർട്ടിലൈസേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ്. നല്ല വെയിലത്ത് വെക്കുന്ന നേരത്ത് ഇതിൻ്റെ ആ ഒരു ലെമൺ ഷേപ്പിലുള്ള ഇലേൻ്റെ കളറ് നല്ലതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നല്ലൊരു വെയിലുള്ള സ്ഥലത്ത് തന്നെ ഇത് പ്ലേസ് ചെയ്യണം. തീരെ ഷെയ്ഡുള്ള സ്ഥലത്താകുമ്പോൾ നമുക്ക് ഈ ഇലയുടെ കളറൊന്നും അത്ര ഭംഗിയായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ വീട്ടിലുള്ള ഓരോ ചെടിയുടെ വിശേഷങ്ങളാണ് നമ്മളെ വീഡിയോയിലൂടെ നമ്മളിന്നും ഇടാറ്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.